ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് ദേവസംഗമ ഭൂമിയിലാണ്, അതായത് ആറാട്ടുപുഴ ദേശത്ത്. ആറാട്ടുപുഴ പൂരം, തൃശ്ശൂർ ആറാട്ടുപുഴ പൂരം വൈകുണ്ഠ ദർശനത്തിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചടങ്ങുകളുടെ പ്രാധാന്യം കൊണ്ടും കാഴ്ചയിൽ പ്രൗഢി കൊണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായിട്ടാണ് കേട്ടോ ആഘോഷിക്കപ്പെടുന്നത്. 23 ദേവീ ദേവന്മാരുടെയും 30 മുക്കോടി ദൈവഗണങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് പവിത്രമാണ് കേട്ടോ ആറാട്ടുപുഴ പൂരം. ഇത് വൈകുണ്ഠ ദർശനമായിട്ടും കണക്കാക്കപ്പെടുന്നു കേട്ടോ. ഉത്സവം പൂരം മഹോത്സവം തുടക്കം കുറിച്ചു കൊണ്ടിട്ട് നമ്മുടെ മീനമാസത്തിലെ മകീര്യ നാളിലാണ് കേട്ടോ കൊടിയേറ്റുള്ളത്. അന്ന് ഉത്സാഹപൂർവ്വം നാട്ടുകാർ മുറിച്ചു കൊണ്ടുവരുന്ന കവുങ്ങ് ചെത്തി മിനുക്കി ഉണ്ടാക്കുന്ന കൊടിമരം ഒന്നിടവിട്ട് ആലിലകളും മാവിലകളും ചാർത്തി ആഘോഷപൂർവ്വം ഉയർത്തുന്നു കേട്ടോ. തുടർന്ന് ക്ഷേത്രം ഊരാളന്മാര് ദർഭപുല്ല് കൊടിമരത്തിൽ ബന്ധിപ്പിക്കുന്ന ചടങ്ങാണ് കേട്ടോ കൊടിയേറ്റായിട്ട് അറിയപ്പെടുന്നത്. പൂരത്തലേന്ന്, അതായത് മകൻ നാളിൽ കേട്ടോ നടത്തപ്പെടുന്ന പൂരമാൻ തറയ്ക്കൽ പൂരം കേട്ടോ. അന്നേ ദിവസം സന്ധ്യയ്ക്ക് ചടങ്ങുകൾക്ക് ശേഷം 9 ആനകളുടെ അകമ്പടിയോടെ ശാസ്താവ് ചെമ്പഴമേളവുമായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്നു. അന്നേ ദിവസം ദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും നിറപറകളുമായിട്ട് ശാസ്താവിനെ എതിരേൽക്കാറുണ്ട്. 150-ൽ പരം കലാകാരന്മാരെ അണിനിരക്കുന്ന പാണ്ടിമേളം തറയ്ക്കൽ പൂരത്തിന് മികവേകുന്നു കേട്ടോ. പടിഞ്ഞാറ് നിന്ന് ഊരകത്തമ്മ തിരുവടിയും തെക്ക് നിന്ന് തൊട്ടിപ്പാൽ ഭഗവതിയും എഴുന്നള്ളുകയായിട്ടോ. പാണ്ടിമേളത്തിന് ശേഷം മാനത്ത് നല്ല വിസ്മയ പ്രകടനങ്ങളും കരിമരുന്ന് പ്രയോഗവും ഒക്കെ ഉണ്ടാവും. തുടർന്ന് 3 ദേവീ ദേവന്മാർ സംഗമിക്കുകയും എഴുന്നള്ളിപ്പുകൾക്ക് മധ്യത്തിലായി പായും ഉണ്ടുള്ളിച്ച് ചേങ്ങില വെച്ചതിന് ശേഷം അരി നിറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിനേക്കാളും മേളത്തിലായിരിക്കും കേട്ടോ വെടിക്കെട്ടുണ്ടാവുക. പിന്നെ പൂരങ്ങളുടെ ആതിഥേയൻ ആറാട്ടുപുഴ ശാസ്താവാണ് കേട്ടോ. എന്നാൽ മുഖ്യ അതിഥി എന്ന് പറയുന്നത് തൃപ്രയാർ തേവരാണ്. പാടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൈതവളപ്പ് എന്ന സ്ഥലത്ത് തേവർ എത്തുന്നത് വരെ ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് നിലനിൽക്കുന്നു. പിന്നീട് തേവർ വന്ന ശേഷം എല്ലാ പ്രധാന ചടങ്ങുകൾക്കും അദ്ദേഹമാണ് പ്രധാനി. പാണ്ടിമേളവും വരവേൽപ്പും പ്രധാന ചടങ്ങുകളാണ്. ഇതിന് ശേഷമാണ് കേട്ടോ കൂട്ടിയെഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കാം. ഞങ്ങൾ രാവിലെ 3:30 അവിടെ എത്തി. അപ്പോൾ നമ്മുടെ തേവരുടെ മേളം ആരംഭിച്ചിട്ട് അങ്ങോട്ട് നമ്മുടെ ഈ പന്തലിലേക്ക് എത്തുന്ന ഇതുവരെയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ കാത്ത് കണ്ണും നട്ട് ഇന്നലെ തലേദിവസം തൊട്ട് ഇരിക്കുന്നവരാണ് ഇവരെല്ലാവരും. ഞങ്ങൾ പുലർച്ചെ ഒരു 3:20 ആയപ്പോഴേക്കും അവിടെ എത്തി, 3:30 ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയായിരുന്നു എന്ന് പറയുമോ. ഒരു വലിയ പാടശേഖരം. ആ പാടം മൊത്തത്തിൽ നമ്മൾ 60 ആനകളൊക്കെ ഉണ്ടായിരുന്നേ. 60 ആനകളുടെയും പിന്നെ അതിനൊപ്പമുള്ള മേളങ്ങളും എല്ലാം നമ്മുടെ തേവര് വരുന്നത് കണ്ടോ. തേവരുടെ തിടമ്പേറ്റിയിരിക്കുന്നതേ എറണാകുളം ശിവകുമാറാണ് കേട്ടോ. ആ തലയെടുപ്പ് കണ്ടോ. തൃപ്രയാർ തേവരുടെ വരവ് കണ്ടോ. എത്ര സുന്ദരമായൊരു കാഴ്ചയാണെന്നറിയോ. എത്ര ദേവീ ദേവന്മാർ, മുക്കോടി ദേവീ ദേവന്മാരുടെ എല്ലാവരും ഈ സമയത്ത് വന്നു നിൽക്കുന്നു വരുന്നു എന്നാണ് കേട്ടോ ആചാരം പറയുന്നത്. അധികം ഭക്തജനങ്ങൾ, എത്ര അധികം സുന്ദരമായൊരു കാഴ്ച. എല്ലാവരും ഭഗവാനെ വിളിക്കുന്നത് കേൾക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു ആവേശമാണ് കേട്ടോ. ഈ തേവരുടെ വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ കാണിക്ക സമർപ്പിക്കും, പറയെടുപ്പ് നടത്തും. ഇതൊക്കെ ആചാരങ്ങളാണ് കേട്ടോ, വിശ്വാസങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. ഇത് എല്ലാം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ. ഭയങ്കര ശക്തിയാണ് നമ്മുടെ മനസ്സിന്, നല്ല പ്രാർത്ഥനകൾക്ക് എല്ലാം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ തടിച്ചു കൂടിയിരിക്കുകയാണ്. നമ്മൾ പറയില്ലേ, ഇപ്പോൾ ആറാട്ടുപുഴ പൂരം എന്താ പറയുക, 2 തൃശ്ശൂർ പൂരം നടത്താനുള്ള ആനകളും ആളുകളും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് പറയുക പണ്ട്. അപ്പോൾ ഇപ്പോഴും അത്രയും നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ പണ്ട് നടത്തിയിരുന്ന ആ ദൈവീകത ഇന്നും അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രധാന കാർമ്മികത്വം, അതായത് പ്രധാന സ്ഥാനം വഹിക്കുന്ന നമ്മുടെ തൃപ്രയാർ തേവര് ഈ പന്തലിൽ മധ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ഊരകത്തമ്മ വലതുഭാഗത്തായിട്ടും ഇടതുഭാഗത്ത് ചേർപ്പും ഭഗവതിയും
അണിനിരക്കുന്നു കേട്ടോ. ഇത് വൈകുണ്ഠത്തില് അനന്തശായിയായ സാക്ഷാൽ മഹാവിഷ്ണു ശ്രീ ഭഗവതിയോടും ഭൂമിദേവിയോടും വിരാജിക്കുന്നു എന്ന് സങ്കല്പമാണ് കേട്ടോ. 10,000-കണക്കിന്, ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ ഭക്തജനങ്ങളാണ് കേട്ടോ ഇത് കണ്ട് ഭക്തരെ തൊഴുത് പ്രദക്ഷിണൊക്കെ വയ്ക്കുന്നത്. പിറ്റേ ദിവസം ഉത്രം നാളില് ആറാട്ട് നടത്തും കേട്ടോ. കരുവന്നൂര് പുഴയിലെ മന്ദാരക്കടവിൽ വെച്ചിട്ടാണ് കേട്ടോ ആറാട്ടൊക്കെ നടത്താറ്. ആറാട്ടുപുഴ പൂരം ദിവസം തന്നെ അർദ്ധരാത്രി മുതലേ മന്ദാരക്കടവിലെ ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു കേട്ടോ. തേവർക്കായി താൽക്കാലിക മണ്ഡപവും ഒരുക്കുന്നു. അതിനെ വലം വെച്ച് മറ്റു ഭഗവതിമാര് ആറാടുന്നു കേട്ടോ. വിഷഹാരിയായ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയാണ് കേട്ടോ ആദ്യ നീരാട. മീനമാസത്തിലെ പൂരം നാളില് ചോതി നക്ഷത്രം ഉച്ചസ്ഥമാവുമ്പോഴാണ് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി മന്ദാരം കടവിൽ ആറാടുന്നത് കേട്ടോ. കാശി വിശ്വനാഥനും ഗംഗയും 30 മുക്കോടി ദേവകളും ഈ ആറാട്ടിൽ പങ്കെടുക്കുന്നു എന്നാണ് കേട്ടോ വിശ്വാസമുള്ളത്. ചേർപ്പും ഭഗവതി നമ്മളുടെ തേവരെ പ്രദക്ഷിണം വെക്കാനായിട്ട് വലം വെക്കുവാനായിട്ടാണ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ വരവ് തന്നെ കണ്ടോ. അതായത് മന്ദം ഭൂമിദേവിയാണ് ചേർപ്പും ഭഗവതി. ഭൂമിദേവിയുടെ സങ്കല്പമായിട്ടാണ് കേട്ടോ നമ്മൾ ആരാധിക്കപ്പെടുന്നത്. അപ്പം ആ ഭഗവതിയുടെ ഒരു വരവുണ്ടല്ലോ, നല്ല താളത്തോടെ നല്ല മേളത്തോടെ ഒരു അസാധാരണമായ വൈഭവത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഭഗവതി വരുന്നത്. അത് കാണാൻ തന്നെ എന്തു ഭംഗിയാണെന്നറിയോ. ഈ പ്രദക്ഷിണം കാണാനേ എല്ലാവരും ഇങ്ങനെ തടിച്ചുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഭൂമിദേവി ഭഗവതിയുടെ പ്രദക്ഷിണം വലം വയ്ക്കുന്നത്, നമ്മൾ തേവരെ വലം വയ്ക്കുന്നത് അങ്ങനെ കാത്തു നിൽക്കുകയാണ് തേവര്. അപ്പോൾ ദാ ഭഗവതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തേവരെ അടുത്തേക്ക്. ആ പ്രദക്ഷിണം വെച്ച് ഭഗവതി ഇങ്ങനെ നടന്ന് വീണ്ടും തേവരുടെ ഇടതുഭാഗത്തേക്ക് നിന്ന് മേളം ആരംഭിക്കുന്നു കേട്ടോ. അപ്പോൾ തൊട്ടിപ്പുറത്ത് ഇടതുഭാഗത്തായിട്ട് നമ്മൾ ഊരകത്തമ്മയുടെ മേളവും ആരംഭിക്കുന്നു. അതൊരു കാണാൻ കണ്ണിന് കൗതുകമേറുന്ന, കണ്ണിന് എന്താ പറയുക, സൗന്ദര്യമേകുന്ന, ഒരു കുളിർമയേകുന്ന ഒരു പ്രത്യേകതരം കാഴ്ചയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്ന ഒരു നല്ലൊരു കാഴ്ച. ആറാട്ട് കഴിഞ്ഞ ശേഷം ദേവീദേവന്മാർ യാത്രയായിക്കൂട്ടോ. ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവ് അവരെ 7 കണ്ടം അനുഗമിച്ച്, പാടത്താണെന്ന് പറഞ്ഞുവല്ലോ ഈ പൂരം നടക്കുന്നത്, അതുകൊണ്ടാണ് 7 കണ്ട് അനുഗമിച്ച് യാത്രയായിരിക്കും. ഇതിനിടയ്ക്ക് 3 പ്രാവശ്യം അതിഥിയുടെ ആന പിന്നാക്കം തിരിഞ്ഞ് അതിഥിയുടെയും ആതിഥേയൻ്റെയും ആനകൾ ഒരേ സമയം തുമ്പിക്കൈ ഉയർത്തി ഉപചാരം പറയുന്നു. അതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാട്ടോ. പക്ഷെ ഞാനിന്ന് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടില്ല. പിറ്റേ കൊല്ലത്തെ പൂരം നാൾ പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് ശേഷം, അതായത് ഇനി അടുത്ത വർഷത്തെ പൂരം നാൾ പ്രഖ്യാപിക്കുന്നതിന് ശേഷമാണ് എല്ലാവരും അടുത്ത കൊല്ലം കാണാമെന്ന് പറഞ്ഞ് ഉപചാരമർപ്പിച്ച് മടങ്ങി പോകുന്നു കേട്ടോ. അതിഥി പടിഞ്ഞാട്ടും ആതിഥേയം കിഴക്കോട്ടും നടന്ന് നീങ്ങുന്നു. രാജകീയ കിരീടത്തിന്റെ സൂചകമായ മകുടം ഒഴിവാക്കിയാണ് തേവരുടെ മടക്കയാത്ര ഉണ്ടാവുക കേട്ടോ. തേവര് നിൽക്കുന്നത് കണ്ടോ. എല്ലാ ഭഗവതിയെ അതായത് ഭഗവതി പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതൊക്കെ നമുക്ക് അതൊരു കാണുമ്പോഴേ നമ്മൾ ആ കഥകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വല്ലാത്തൊരു കൗതുകമാണ് അത് കണ്ടു നിൽക്കാൻ തന്നെ കേട്ടോ. പ്രയാറ് തേവരുണ്ടല്ലോ, തൻ്റെ ഗുരുനാഥനെ കാണാൻ വരുന്നതാണ് ആറാട്ടുപുഴ പൂരം എന്നും ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ. പരബ്രഹ്മ സ്വരൂപികളായ 30 മുക്കോടി ദേവതകൾക്ക് പുറമെ യക്ഷ കിന്നര ഗന്ധർവന്മാരും ആറാട്ടുപുഴ പൂരത്തിനെത്തുന്നു എന്നൊരു വിശ്വാസമുണ്ട്. നമ്മൾ മരിച്ചു പോയവരൊക്കെ ഇവിടെ വരുന്നു എന്നൊക്കെ ഒരു വിശ്വാസം ഞങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഈ പെരുവനം ഗ്രാമം എന്നൊക്കെ പറയാൻ എൻ്റെ സ്വന്തം നാടാണ്. അതും കൂടി ഞാനൊന്ന് പറയുന്നുണ്ട്. എളമണ്ണ്, ചോരഞ്ചേടത്ത്, കരോളിൽ, എളമണ്ണ്, ചിറ്റശ്ശേരി, കപ്ലിങ്ങാട്ട്, ഓട്ടുമേക്കാട്ടൂർ എന്നീ മനകൾക്കാണ് കേട്ടോ ഊരായ്മ സ്ഥാനമുള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് കേട്ടോ ആറാട്ടുപുഴ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ ആറാട്ടുപുഴ ദേശത്താണ് കേട്ടോ ആറാട്ടുപുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പിന്നെ പൂരങ്ങളുടെ മാതാവ് എന്നും പിന്നെ 23 ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാര് ആറാട്ടുപുഴ ശാസ്താവിന് വന്ദിക്ക് എത്തുന്നുവെന്നും ഒക്കെ ഒരു ദേവസംഗമമായിട്ടും ഒക്കെ നമ്മൾ ആറാട്ടുപുഴ പൂരത്തെ വിശേഷിപ്പിക്കുന്നു
കേട്ടോ. കണ്ടോ, നമ്മളുടെ ചാത്തകുടം ശാസ്താവും ഊരകത്തമ്മയും കൂടിയിട്ട് വരുന്നതാണ്, മേളത്തോടു കൂടി വരുന്നതാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ തേവര് അവരെല്ലാവരും കാത്ത് നടപ്പന്തലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ മേളം തീരുന്നതോട് കൂടിയിട്ടാണ് കേട്ടോ തേവര് പതുക്കെ നടപ്പന്തലിൽ നിന്ന് പതുക്കെ മുന്നോട്ട് നീങ്ങി വരുന്നതാണ്. എന്നിട്ടാണ് നമുക്ക് ഈ ആറാട്ടുകടവിലേക്ക് പോകുന്നതല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ നീങ്ങി വരികയാണ്. ചാത്തകുടം ശാസ്താവും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും കേട്ടോ പൂര ദിവസം നെയ്വിളക്ക് കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് എത്തിക്കുന്നത് ആറാട്ടുപുഴയിൽ നിന്നാണ്. ആറാട്ടുപുഴ പൂരത്തിന് മാത്രമല്ല മറ്റു ദിവസങ്ങളിലും നെയ്യ് കൊണ്ടാണ് ചുറ്റുവിളക്കൊക്കെ കത്തിക്കുന്നത് കേട്ടോ. ഭക്തർ നൽകുന്ന നെയ്യാണ് കേട്ടോ ഇവിടെ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് ക്ഷേത്ര നടപ്പരയിൽ വലിയ ഉരുളി ഉണ്ടായിരിക്കും. ഭക്തർ നെയ്യ് വഴിപാടായിട്ട് അവിടെ സമർപ്പിക്കും. സമീപത്ത് പെരുവനം, തിരുവള്ളക്കവി എന്നീ ക്ഷേത്രങ്ങളിലേക്കും ആറാട്ടുപുഴയിൽ നിന്നാണ് കേട്ടോ നെയ്യ് കൊടുക്കുന്നത്. ആറാട്ടുപുഴ പൂരത്തിലെ പ്രധാനിയാണ് കേട്ടോ ആചാര്യസ്ഥാനത്ത് വരവുള്ള ചാത്തകുടം ശാസ്താവും ആറാട്ടുപുഴ ശാസ്താവും കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായ ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായിട്ട് തൊട്ടിപ്പാൽ പൂരത്തിന് ശേഷം ചാത്തകുടം ശാസ്താവ് ആറാട്ടുപുഴയിലെത്തിയിട്ടേ ആറാട്ടുപുഴ ശാസ്താവിന് പൂരം നടത്താനുള്ള അനുമതി നൽകുന്ന ഒരു പ്രധാന ചടങ്ങുണ്ട് കേട്ടോ. ഈ രണ്ട് ശാസ്താക്കന്മാരും തമ്മിലുള്ള ബന്ധം ആറാട്ടുപുഴ പൂരത്തിൻ്റെ ആചാരങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ 2026 നമ്മളുടെ ദേവസംഗമം, എന്താ പറയുക, വൈകുണ്ഠ ദർശനം എല്ലാം എനിക്ക് ഭാഗ്യമായിട്ട് ലഭിച്ചിരിക്കണം കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇനിയും ഒരു വർഷം നമ്മൾ കാത്തിരിക്കുകയാണ്. അത്ര കണ്ണിന് കുളിമയും നല്ല സന്തോഷം തോന്നുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഞാൻ ഇത്രയും സന്തോഷത്തോടു കൂടി ഇങ്ങനെ പൂരങ്ങൾ കാണുന്നത് ഈ ആറാട്ടുപുഴ പൂരമാണ് കേട്ടോ. ഇത്രയും സമാധാനത്തോടു കൂടി ഞാൻ നിന്ന് കാണുന്നത്. ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഇത് മേളത്തിനോട് ശേഷം നമ്മുടെ തേവരുണ്ടല്ലോ ആറാട്ടുകടവിലേക്ക് നീങ്ങുന്ന ഒരു ദൃശ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂര്യൻ ഉണർന്ന് എഴുന്നേറ്റ് വന്നിരിക്കുന്നു. അതായത് സൂര്യൻ പോലും തേവരെ കണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ മന്ദാരക്കടവിലേക്ക് ശാസ്താവ് നീങ്ങുന്നത് വരെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.